ചിരിത്തമ്പുരാൻ VK-ൻ്റെ പയ്യൻ കഥകളിലെ ഒരു കഥയാണ് നിലനിൽപ്പിയം. VK-n എന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ പദ്യസാഹിത്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാണോ അതുപോലെ ഗദ്യസാഹിത്യത്തിൽ ചിരി കൊണ്ട്, ചിന്ത കൊണ്ട് സറ്റയറിലേക്ക്, സാമൂഹിക പരിഷ്കരണം എന്ന ശ്രമത്തിലേക്ക് നീങ്ങിയ ഒരു വ്യക്തിയാണ്. അധികാരത്തെയും പൊങ്ങച്ചത്തെയും എല്ലാത്തരം തെറ്റായ പ്രവണതകളെയും മുഖത്തു നോക്കി വിമർശിക്കാൻ ധൈര്യം കാണിച്ച ചങ്കൂറ്റമുള്ള മലയാളത്തിലെ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളുകൾ സാഹിത്യത്തിലും ജീവിതത്തിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ അതിന് തൻ്റെ ഇടമുണ്ടായിരുന്ന ഒരാളായിരുന്നു VK-n. അദ്ദേഹത്തിൻ്റെ പയ്യൻ കഥകൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില പൊള്ളയായ രീതികളെ, ആചാരങ്ങളെ, ചില വിശ്വാസങ്ങളെ, ചില സമ്പ്രദായങ്ങളെ, ചില മനുഷ്യരെ ഒക്കെ പരിഹസിക്കുന്നതിന് വേണ്ടി ബോധപൂർവം എഴുതപ്പെട്ടവയാണ്. വെറുതെ ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ചിരിയിലൂടെ ചിന്തയുടെ നുറുങ്ങുകളും, ഒരു പക്ഷേ ചിന്തയാണ് കൂടുതൽ മുഴച്ചു നിൽക്കുക, അല്ലേ? ചിരിയിൽ മുങ്ങിപ്പോകുന്ന ചിന്തകൾ ധാരാളം എഴുതി നിറച്ച എഴുത്തുകാരനാണ് VK-n. ഈ നിലനിൽപ്പിയം എന്ന കഥയുടെ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? അത് VK-n ഭാഷയാണ്. നിലനിൽപ്പിയം അങ്ങനെ ഒരു വാക്ക് മലയാളത്തിലുണ്ടോ? ഇല്ല. അതിൽ സംസ്കൃതവും മലയാളം എല്ലാം ഉണ്ട്. തനത് ഭാഷ, സ്വന്തം ശൈലി, ബഷീറിനെ പോലെ, ഉണ്ണായി വാര്യരെ പോലെ സ്വന്തമായിട്ടൊരു ഭാഷ വെട്ടിയെടുത്ത പ്രതിഭയാണ് അദ്ദേഹം. ആരെയും കൂസാത്ത ഒരു എഴുത്തുകാരൻ. പിന്നും ഒരു ഭക്ഷണപ്രിയനായിരുന്നു. പ്രത്യേകിച്ച് ഇഡ്ഡലിയൊക്കെ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണത്തെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ നമുക്കത് വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ നമുക്കത് വായിക്കാനാവും. കാരണം അതിന് ആ രുചി അദ്ദേഹം ആ അക്ഷരങ്ങളിലൂടി പകർത്തിയിട്ടുണ്ട്. അതിനുള്ളൊരു സവിശേഷ വൈഭവം ആ എഴുത്തിന് ഉണ്ടായിരുന്നു. നിലനിൽപ്പിയം എന്ന പയ്യൻ കഥയിൽ നമ്മൾ കാണുന്ന പയ്യൻ ഒരു തീറ്റപ്രിയനായിരുന്നു. വയറേ ശരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാൾ. എല്ലാ നേരവും സുഭിക്ഷമായി ഭക്ഷിച്ച് ഒന്നിലും ഇടപെടാതെ ചത്തിട്ടും തീറ്റയെ ശരണം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ. ജീവിതം തന്നെ ഭക്ഷണമാണ്. അയാളുടെ നടപ്പ് ഭക്ഷണമാണ്. അയാളുടെ ചിന്ത ഭക്ഷണമാണ്. അയാൾ രാവിലെ കഴിക്കുന്നത് 8 ഇഡ്ഡലിയാണ്. ആ ഇഡ്ഡലി നോക്കിയേ, ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡലി. എന്ത് രസമാണ് അത് കാണാൻ, അല്ലേ? നമുക്കത് കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ VK-ൻ്റെ കൈക്ക്, ഭാഷയ്ക്ക് ഒരു രുചിയുണ്ടെന്ന് നമ്മളെ കൂടി ആ രുചിയിലേക്ക് നടത്താനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ 8 ഇഡ്ഡലി അയാൾ പല അനതാരികൾ കൂട്ടി, പല സൈഡ് ഡിഷ് കൂട്ടി കഴിച്ചു. 2 ഗ്ലാസ് കാപ്പി. ഇത്ര വളരെ ഭാരമുള്ള ഒരു ഭക്ഷണമാണ് അയാൾ കഴിച്ചത്. ഉച്ചയ്ക്കും ഒരു സദ്യ തന്നെ ഉണ്ടു. ചോറ്, സാമ്പാർ, ഓലൻ, മെഴുക്കുപുരുട്ടി, കടുമാങ്ങ, പപ്പടം, മോര്, അങ്ങനെ വിഭവസമൃദ്ധമായൊരു സദ്യ. അട്ടം മുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ വയറ് പൊട്ടുന്നത് വരെ, മൂക്ക് മുട്ടുന്നത് വരെ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഒരു ശൈലിയാണ്. എന്നിട്ട് പിന്നെ അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, നേരെ കിടക്കാൻ പോവാണ്. അയാളുടെ കയ്യിൽ റേഡിയോ ഉണ്ട്. ഏറ്റവും വലിയ വിനോദോപാധിയാണ് റേഡിയോ. ഇന്നാണെങ്കിൽ അങ്ങനെയല്ല, മൊബൈലുണ്ട്, മറ്റേ ലാപ്ടോപ്പ് ഉണ്ട്. ഇന്നാളുകൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ മൊബൈലിൽ തോണ്ടാൻ പോകും, അല്ലെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അനന്തതയിലേക്ക്, ആകാശത്തിലേക്ക് സഞ്ചരിക്കും, അല്ലേ? കാലം മാറിയത് മാത്രം. അന്നത്തെ പ്രധാന ഉപാധി റേഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് റേഡിയോ. ഈ പുതിയ കാലത്താണെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്ന് ചേർത്ത് കെട്ടാം. അയാൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം, തൃശ്ശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക കൊച്ചി FM ഇല്ലായിരിക്കും വാർത്തകൾ കേട്ടു. പക്ഷേ തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ അയാൾ ബോധം കെട്ടു. കാരണം അയാൾക്ക് ഒരു താല്പര്യമില്ല. കാരണം ഇങ്ങനെ തിന്ന് നടക്കണ ഒരുത്തിന് തൊഴിലിനെ കുറിച്ചോ തൊഴിലാളികളെ കുറിച്ചോ കേൾക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്രയും നേരം അയാളത് ബോധം കെട്ടു എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഇല്ലാതെ, യാതൊരു താല്പര്യവും കാണാതെ അവിടെ കിടന്നു. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ അയാൾക്ക് ബോധം കിട്ടിയുള്ളൂ. 2 മണിക്ക് തൊഴിലാളി മണ്ഡലം തീർന്നു. പിന്നെ അയാൾ 3 മണി വരെ സുഖമായി കിടന്നുറങ്ങുകയാണ്. 3:30 എഴുന്നേറ്റ് അടുത്ത പ്രധാനപ്പെട്ട ജോലി ചായ, പലഹാരം, പിന്നെ വിശേഷപ്പെട്ട അപ്പം. അത് 3 അപ്പം തിന്നു. തളരുവോളം ചായ കുടിച്ചു. 1 ഗ്ലാസ് അല്ല, വയറ് നിറഞ്ഞാലും അല്ല, ക്ഷീണം വരുന്നത് വരെ. സായന്തനം വൈകുന്നേരമായപ്പോൾ നടക്കാനിറങ്ങി. കുറേ ദൂരം നടന്നു. നോക്കൂ, വഴിക്ക് ആരോടും മിണ്ടിയില്ല. കണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അയാൾക്ക് ഒരു സോഷ്യൽ കോണ്ടാക്റ്റും ഇല്ല. ഒരു മനുഷ്യനുമായിട്ട് ആരുമായിട്ടും ബന്ധമില്ല. സാമൂഹിക ബന്ധങ്ങളും ഇല്ല. ഇന്നും അങ്ങനെയല്ലേ? ആളുകൾ അവനവനിലേക്ക് ഒതുങ്ങുകയാണ്. സ്വന്തം മൊബൈലിലേക്ക്, സ്വന്തം ലാപ്പിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക്. തൊട്ടപ്പുറത്ത് ഒരു മരണം നടന്നാലോ ഒരു അപകടം നടന്നാലോ നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്ക് സ്വാർത്ഥരായി എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ജീവിക്കും. എനിക്ക് തോന്നുന്നു ഈ കഥ ഇപ്പോഴാണ് കുറച്ചുകൂടി പ്രസക്തം എന്ന് തോന്നുന്നു. അവനവൻ്റെ വയറും അവനവൻ്റെ സുഖവും മാത്രം നോക്കി മറ്റു കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. അയാൾ ആരോടും മിണ്ടിയില്ല കേട്ടോ. അയാൾക്ക് സോഷ്യൽ കോണ്ടാക്ട്സ് ഇല്ല. അയാൾ വൈകുന്നേരം തിരിച്ചു വന്നു. പിന്നെ അയാൾ വിശാലമായിട്ടൊന്ന് കുളിച്ചു. 8 മണിക്ക് കൃത്യം അത്താഴം കഴിച്ചു. അത് ലഘുവൊന്നുമല്ല, ചപ്പാത്തി, ഉരുളക്കിഴങ്ങ്, പാല്. കണ്ടോ? 10 മണിക്ക് ഉറങ്ങി.
കൃതകൃത്യത എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷം, എല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ ഇനി അയാൾക്ക് ഒന്നും ചെയ്യാനില്ല, ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്യാനില്ല. അയാൾ ആ ഭൂമിയിൽ ജീവിക്കുന്നത് സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ള, കുറച്ച് വിശ്രമിക്കുക, വിനോദിക്കുക, അത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ഇനി അയാൾ മരിക്കാമെന്ന് തീരുമാനിക്കുന്നു, അയാൾ മരിക്കാൻ കിടന്നു. അതിശയോക്തി കലർത്തി പറയണതാണ്. അയാൾ യഥാസമയം മരിച്ചു, ശവമെടുത്തു. ശവം കൊണ്ടുപോകുന്ന ശവമഞ്ചവാഹകരോട്, അല്ലേ, ശവം ചുമക്കുന്ന ആൾക്കാരോട് അയാൾ ചോദിക്കുകയാണ്, രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ എന്ന്. സ്വർഗത്തിലോ നരകത്തിലോ എവിടെയാണോ ചെല്ലുന്നത് അവിടെയും ഇഡ്ഡലി തന്നെയല്ലേ എന്നാണ്. അയാൾക്ക് വേറെ ചിന്തയൊന്നുമില്ല, മോക്ഷമോ അങ്ങനത്തെ ചിന്തകളോ പ്രതീക്ഷകളോ യാതൊന്നുമില്ല. ചത്തു കഴിഞ്ഞാലും ആഹാരം, ജീവിച്ചിരിക്കുമ്പോഴും ആഹാരം. അതാണ് അയാളുടെ ഏക സന്തോഷം തരുന്ന, അല്ലെങ്കിൽ അയാളുടെ ജീവിതം തന്നെ ആഹാരമാണ്, ഇഡ്ഡലിയാണ്. ഇഡ്ഡലിപ്രിയനായ മനുഷ്യൻ, മരിച്ചിട്ടും ഇഡ്ഡലി മോഹിക്കുന്ന മനുഷ്യൻ, സമകാലിക സമൂഹത്തിന് നേരെയുള്ള അതിശക്തമായൊരു കൂരമ്പാണ്. സ്വന്തം കാര്യം നോക്കി, സ്വന്തം വയറ് നോക്കി, സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ, മറ്റൊന്നിലും താല്പര്യമില്ലാതെ, മറ്റ് കാര്യങ്ങളിൽ ഒന്നും മുഴുകാതെ, സമൂഹത്തിനോ നാടിനോ വേണ്ടി ഒന്നും ചെയ്യാതെ, അവനവൻ്റെ ആഹാരവും അവനവൻ്റെ ശരീരവും മാത്രം സംരക്ഷിച്ച് മരിച്ചു പോയിട്ട് കാലന് പോലും സ്വൈര്യം കൊടുക്കാത്ത മനുഷ്യർക്ക് നേരെയുള്ള അതിശക്തമായ പരിഹാസമാണ് വികെൻ ഇവിടെ ഈ പയ്യനിലൂടെ അഴിച്ചുവിടുന്നത്. ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. നിലനിൽപ്പിയം, പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം? സമാനതയുണ്ട്. പ്രത്യാശയുടെ കിരണങ്ങളിൽ നമ്മൾ രണ്ടാമത് കാണുന്ന വൈരക്കടുക്കനും സ്വർണ്ണമോതിരവുമായിട്ടൊക്കെ വരുന്ന ധനികനും നമ്മുടെ ഇഡലിക്കാരനും ഏതാണ്ട് ഒരുപോലെയാണ്. അവർ സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. സുഖലോലുപർ, സുഖാസക്തിയിൽ മുഴുകി വരുന്ന ആളുകൾ, ഭക്ഷണത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആളുകൾ, സ്വന്തം കാര്യം നോക്കി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർ രണ്ടുപേരും. മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ, ഒരു പാനൽ ചർച്ച കുറച്ച് പേര് കൂടിയിരുന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അത് മലയാളിയുടെ ഭക്ഷണശീലങ്ങൾ നമുക്കറിയാം. പണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ ഈ മണ്ണിൽ പണിയെടുത്ത് ചേമ്പ്, ചേന, കാച്ചിൽ ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് അതൊക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. അവർ കൃഷി ചെയ്ത് ചോറുണ്ണുന്നു. അവർ തന്നെ തേങ്ങ, അല്ലേ, വെളിച്ചെണ്ണ, ഒന്നും മായമില്ല, പൊടികൾ. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എന്തെടുത്താലും മായാണ്, വിഷമാണ്. നമ്മൾ ക്യാൻസർ പോലും ജീവിതശൈലി രോഗമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഈ സമൂഹം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പുതിയ തലമുറയ്ക്കൊക്കെ വളരെ പ്രിയപ്പെട്ട പിസ്സ, ബർഗർ, ഷവർമ, സാൻഡ്വിച്ച്, ബ്രെഡ്, അല്ലേ, ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ വയറിനെ നശിപ്പിക്കുന്നു, നമുക്ക് രോഗങ്ങൾ സമ്മാനിക്കുന്നു. മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നു, ആയുസ്സിനെ കുറയ്ക്കുന്നു. വ്യായാമമില്ലാത്ത ജീവിതം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം, സ്വാഭാവികമല്ലാത്ത നാരുകളില്ലാത്ത ഭക്ഷണം, ഇതൊക്കെ നമ്മളെ, കുട്ടികൾക്ക് പോലും ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട്. കുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങളുടെ ഇരയായി മാറുന്നുണ്ട്. ഇപ്പോൾ പരീക്ഷാ ഹാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഷുഗറുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് ഇത് 60, 70, 50 വയസ്സായ ആളുകൾക്ക് വന്നിരുന്ന രോഗമാണ് ഇത്. കൊച്ചുകുട്ടികൾ ശ്രദ്ധക്കുറവുണ്ട്. എല്ലാം അങ്ങനെ അല്ല എങ്കിലും ഈ മധുരവും ഈ മിഠായി ഇതുപോലുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട്, ലാഭം നോക്കലാണല്ലോ. അപ്പോൾ ആളുകൾക്ക് ഉണ്ടാക്കാനൊന്നും നേരമില്ല, സമയമില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ജീവിതം തന്നെ പെട്ടെന്ന് ഇല്ലാതാകും എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കത് നോക്കാവുന്നതാണ്.